വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്കുരൽ. ഇനി നമുക്ക് എഡിറ്റ് ഫംഗ്ഷനാലിറ്റി കൂടെ ചെയ്യാം. എംപ്ലോയീസിലേക്ക് നമ്മൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ എംപ്ലോയീസിൽ എഡിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ ഫോമിൽ ഡാറ്റ ഫില്ല് ചെയ്ത് വരണം. നമുക്കിപ്പോൾ നമ്മൾ URL നമ്മൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ആഡ് എംപ്ലോയി എന്ന് പറഞ്ഞ ആ പേജ് തന്നെയാണ് വിളിക്കുന്നത്. അതിൽ നമ്മൾ ഗെറ്റ് റിക്വസ്റ്റിൽ നമ്മൾ ID കൂടെ പാസ് ചെയ്യുന്നുണ്ട് ക്വറി പാരാംസ് ആയിട്ട്. നമ്മൾ URL ഇങ്ങനെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് പോകുന്ന ഭാഗമാണ് ക്വറി പാരാംസ് എന്ന് നമ്മൾ പറഞ്ഞു. അതിൽ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കഴിഞ്ഞിട്ട് ID ഈക്വൽ ടു 1. അപ്പൊ ഈ ഡാറ്റ എങ്ങനെയാണ് ആക്സസ് ചെയ്യാം? $_get. നേരത്തെ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ $_post എന്ന് പറഞ്ഞാൽ ആക്സസ് ചെയ്തിരുന്നു. അതേപോലെ തന്നെ നമുക്ക് ID1 എന്നുള്ളത് നമുക്ക് ഗെറ്റ് ഉപയോഗിച്ച് $_get ഉപയോഗിച്ച് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓൾറെഡി ചെയ്തതിൽ പോസ്റ്റ് റിക്വസ്റ്റ് നോക്കുന്നുണ്ട്. മെത്തേഡ് റിക്വസ്റ്റ് പോസ്റ്റ് ആണോ നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അതേപോലെ തന്നെ നമുക്ക് ഇവിടെ അടുത്തൊരു ഇഫ് കണ്ടീഷനോ അല്ലെങ്കിൽ എൽസോ ഇട്ടിട്ട് അത് നമുക്ക് ഗെറ്റ് ആണോ നോക്കാം. എൽസ് ഇഫ് റിക്വസ്റ്റ് മെത്തേഡ് ഗെറ്റ് ആണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അത് ഗെറ്റ് തന്നെ നമുക്ക് സാധാരണ നമ്മൾ ബ്രൗസർ ലോഡ് ചെയ്യുമ്പോൾ ഗെറ്റ് ആയിരിക്കും. ആ ഗെറ്റ് വേണ്ട. ഗെറ്റും അതിന്റെ കൂടെ നമുക്ക് ഒരു ഐഡിയും കൂടെ ഉണ്ടെങ്കിൽ മാത്രം ചെക്ക് ചെയ്താൽ മതി. അപ്പൊ ഒരു വേരിയബിൾ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടോ നോക്കാനുള്ള PHP യിലെ ഫംഗ്ഷൻ ആണ് ഇസെറ്റ്. അപ്പൊ അതും കൂടെ നമുക്ക് കൊടുക്കും. ഒരു കണ്ടീഷൻ കൂടെ ഉള്ളതുകൊണ്ട് ആൻഡ് ഇസെറ്റ് ഓഫ് ഒരു വേരിയബിൾ സെറ്റ് ചെയ്തിട്ടുണ്ടോ നോക്കാൻ. ഇങ്ങനെ ഒരു വേരിയബിൾ ഉണ്ടോ എന്നുള്ളത് $_get ക്യാപ്സിൽ അതിന്റെ ഉള്ളിൽ ID, അതായത് ഒരു അറേ ആയിരിക്കും. അതായത് $_getൽ ID ഉണ്ടെങ്കിൽ റിക്വസ്റ്റ് മെത്തേഡ് ഗെറ്റും ആയിരിക്കണം, ID ഉണ്ടായിരിക്കണം. അതായത് ഫസ്റ്റ് നമ്മൾ ലോഡ് ചെയ്യുമ്പോൾ ID ഉണ്ടാവില്ല, URL ക്വറി പാരാംസ് ഉണ്ടാവില്ല. അപ്പൊ ഈ ബ്ലോക്കിന്റെ ഉള്ളിൽ കയറില്ല, പുറത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. ID കൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ഗെറ്റ് ആകുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പൊ എന്താ ആ എംപ്ലോയി ID നമുക്ക് ഒരു വേരിയബിളിലേക്ക് എടുത്തു വെക്കാം. എംപ്ലോയി ID ഈക്വൽ ടു $_get of ID. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ ID ഉപയോഗിച്ചിട്ട് ആ എംപ്ലോയിനെ സെലക്ട് ചെയ്തിട്ട് ആ കിട്ടുന്ന ഡാറ്റ എന്ത് ചെയ്യണം? നമ്മള് ആ ഒരു ഫോം ഡാറ്റയിലേക്ക് അല്ലെങ്കിൽ ഡാറ്റ എന്ന വേരിയബിളിലേക്ക് സെറ്റ് ചെയ്യണം. അപ്പൊ എന്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി എല്ലാ വാല്യൂസും എല്ലാ വേരിയബിൾസും ഡാറ്റയിലും എല്ലാ വേരിയബിൾസും വാല്യൂസിൽ കൊടുത്തുകൊണ്ട് ആ ഡാറ്റ അവിടെ ഓരോ ഫീൽഡിൽ ഫില്ലായി വരും. അപ്പൊ അതിനെന്ത് ചെയ്യണം? നമ്മൾ ആ ഓരോ എംപ്ലോയിന്റെ ID പാസ് ചെയ്തിട്ട് എംപ്ലോയിനെ സെലക്ട് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ എഴുതണം നമ്മുടെ മോഡലിൽ. അതായത് എംപ്ലോയി മോഡലിൽ നമുക്ക് ഫംഗ്ഷൻ find1 എന്ന ഫംഗ്ഷൻ ഓൾറെഡി ഉണ്ട്. ആ ഫംഗ്ഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ ഫൈൻഡ് ചെയ്യാന്നുള്ളത് ഗെറ്റ് ചെയ്യാണ്. ഗെറ്റ് ചെയ്യാൻ വേണ്ടി ഡാറ്റാബേസിൽ നിന്ന് ഗെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് സെലക്ട് ആണ് ഉപയോഗിക്കുക. സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയീസ് എന്ന് പറയുമ്പോൾ എല്ലാ എംപ്ലോയീസിനും എടുക്കും. ഇനി പക്ഷെ നമ്മൾ ഇവിടെ നമുക്ക് എന്താണ് ഒരു ID പാസ് ചെയ്തിട്ട് ആ ഐഡിയും കൂടെ കണ്ടീഷനിൽ ഇട്ടിട്ടാണ് കൊടുക്കേണ്ടത്. സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയീസ് വേർ ID ഈക്വൽ ടു നമ്മൾ പാസ് ചെയ്യുന്ന ID. നമ്മൾ കൊടുക്കുകയാണ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? $this കണക്ഷനിൽ ഒരു പ്രിപ്പയർഡ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയാണ്. നമുക്ക് ഇതൊരു ക്വറി ആക്കി ഒരു വേരിയബിൾ വെച്ചിട്ട് ഇവിടേക്ക് പാസ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റും കൊടുക്കാം. അപ്പോൾ സെലക്ട് സ്റ്റാർ ഫ്രം ദിസ് ടേബിൾ എംപ്ലോയീസ് സ്പേസ് ഇട്ടിട്ട് വേർ ID ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക്. അത് നമ്മൾ ബൈൻഡ് ചെയ്യാണ്, വേരിയബിൾ ബൈൻഡ് ചെയ്യും. SQL ഇഞ്ചക്ഷൻ ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ബൈൻഡ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യാം? സ്റ്റേറ്റ്മെന്റ് ബൈൻഡ് പാരാംസ് I. നമ്മളവിടെ ഒരു ഇന്റിജർ ആണ് ID കൊടുക്കുന്നത്. ID ആ ബൈൻഡ് ചെയ്തു, ഒറ്റൊരു ഡാറ്റ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഒരു ഡാറ്റ മാത്രം കൊടുത്തു. എന്നിട്ട് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട്, നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? സ്റ്റേറ്റ്മെന്റ് ഗെറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്. അതിൽ നമ്മൾ ഫെച്ച് അസോസിയേറ്റഡ് ആയിട്ടുള്ള ആ ഒരു അറേ നമ്മൾ ഫെച്ച് ചെയ്തെടുക്കും. അതായത് ഒരു ഒബ്ജക്റ്റ് നമുക്ക് കിട്ടും. അതാണ് സ്റ്റേറ്റ്മെന്റ് ഗെറ്റ് റിസൾട്ട് ഫെച്ച് അസോ. നേരത്തെ എന്തായിരുന്നു നമ്മൾ ചെയ്തത്? എക്സിക്യൂട്ട് ചെയ്തിട്ട് ലിസ്റ്റ് ഓൾ ചെയ്തപ്പോൾ ആ ക്വറി അങ്ങനെ തന്നെ റിട്ടേൺ ചെയ്തു. ക്വറിന്റെ റിസൾട്ട് നമ്മൾ റിട്ടേൺ ചെയ്തു. ക്വറി ആയിരുന്നു. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ബൈൻഡ് ചെയ്യുന്ന പ്രിപ്പയർഡ് സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം നമുക്കൊരു ഡാറ്റ പാസ് ചെയ്യേണ്ടതുണ്ട്. പ്രിപ്പയർഡ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ട് ആ സ്റ്റേറ്റ്മെന്റിൽ get_result എന്ന് പറഞ്ഞ മെത്തേഡിൽ ഫെച്ച് അസോക് എന്ന് പറഞ്ഞ ആ ഒരു ഫംഗ്ഷൻ കൂടെ എക്സിക്യൂട്ട് ചെയ്തിട്ട് അതാണ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്. ഇനി നമ്മൾ ആഡ് ഫോമിൽ വന്നിട്ട് നമ്മൾ ആ ബ്ലോക്കിന്റെ ഉള്ളിൽ കോഡ് ചെയ്താണ്. എംപ്ലോയി ID നമുക്ക് ഓൾറെഡി ഉണ്ട്. ഇനി എക്സിസ്റ്റിംഗ് എംപ്ലോയി ഈക്വൽ ടു എംപ്ലോയി എന്ന് പറഞ്ഞ ഒബ്ജക്ട് നമ്മളുണ്ട്. എംപ്ലോയി എന്ന് പറഞ്ഞാൽ ആ മോഡലിന് ഇനീഷ്യലൈസ് ചെയ്തിട്ടുള്ള ഇൻസ്റ്റൻസ് ആണ്. എംപ്ലോയി മോഡലിന്റെ ഇൻസ്റ്റൻസ് ആണ്. അതിൽ find1 നമ്മളിപ്പോൾ എഴുതിയ ഫംഗ്ഷൻ അതിലേക്ക് എംപ്ലോയി ID പാസ് ചെയ്യണം. അപ്പൊ എക്സിസ്റ്റിംഗ് എംപ്ലോയിൽ ആ ഡാറ്റ ഉണ്ടാവും. നമ്മൾ ചെക്ക് ചെയ്യാണ് ഇഫ് എക്സിസ്റ്റിംഗ് എംപ്ലോയി അങ്ങനെ ഒന്നും ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് നമുക്ക് ബൈ മിസ്റ്റേക്ക് എന്തെങ്കിലും തെറ്റായ ഐഡിയ കൊടുക്കാം. അപ്പൊ നമുക്ക് കിട്ടില്ലല്ലോ. അപ്പൊ ഉണ്ടെങ്കിൽ ഒരു കണ്ടീഷൻ കൂടി ചെക്ക് ചെയ്തു. എന്നിട്ട് അതിൽ എന്താണ്? ഡാറ്റ ഈക്വൽ ടു എക്സിസ്റ്റിംഗ് എംപ്ലോയി. അപ്പൊ എക്സിസ്റ്റിംഗ് എംപ്ലോയി എന്നുള്ളത് ഒരു അറയാണ്. ഫെച്ച് അസോക് എന്ന് വിളിച്ചതുകൊണ്ട് ഒരു അറയാണ്. ആ അറയിൽ എന്തുണ്ടാവും? ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ, അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് കറക്റ്റ് ആ ഡാറ്റ സെറ്റ് ആവും. നമുക്ക് ആ ഡാറ്റ കാണാനും പറ്റും. സേവ് ചെയ്തിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. റീഫ്രഷ് ചെയ്യാണ്, കാരണം ID ഓൾറെഡി ഉണ്ട്. റീഫ്രഷ് ചെയ്ത് നമ്മൾ സേവ് ചെയ്ത് ജോൺ ലാസ്റ്റ് നെയിം, സാലറി, ഇമെയിൽ, ഡിപ്പാർട്ട്മെന്റ് ജോൺ കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. എംപ്ലോയിൽ നോക്കാം. അതെ, ഇമെയിൽ, സാലറിയും ഡിപ്പാർട്ട്മെന്റും ഇമെയിലും ജോൺ ഇല്ല. അൻഷാദ് എന്ന് പറഞ്ഞ എൻട്രിയിലുണ്ട്. നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്യാം. എഡിറ്റ് ക്ലിക്ക് ചെയ്തു. എഡിറ്റ് ക്ലിക്ക് ചെയ്തപ്പോൾ ID2 ആണ്. അപ്പോൾ ഡാറ്റ ഒക്കെ വന്ന് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ മാനുവൽ ആയിട്ട് ഞാൻ ഇല്ലാത്തൊരു ID കൊടുക്കുക, 89 എന്ന് കൊടുക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്തു? നമുക്ക് എറർ ഒന്നും വന്നിട്ടില്ല, empty ആണ്. കാരണം എന്തുകൊണ്ടാണ്? നമ്മൾ അവിടെ ഒരു ഇഫ് കണ്ടീഷൻ ഇട്ടതുകൊണ്ട്. നമ്മൾ ഇഫ് കണ്ടീഷൻ ഇല്ലായിരുന്നു എന്ന് വിചാരിക്കും. അത് ഈ ഇഫ് കണ്ടീഷൻ നമുക്ക് ഇവിടെ ഇല്ല. നമുക്ക് എക്സിസ്റ്റിംഗ് എംപ്ലോയി ഇല്ലെങ്കിൽ കൂടെ നമ്മൾ സെറ്റ്
ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് വരിക നോക്കാം, എറർ വരുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. റിഫ്രഷ് ചെയ്തു. അപ്പൊ വേണ്ട ട്രൈ ടു ആക്സസ് അറേ ഓഫ്സെറ്റ് ഓൺ നൾ. നള്ളാണ് ആ ഒരു വേരിയബിൾ. അതിൽ നമ്മൾ നൾ ഓഫ് ഫസ്റ്റ് നെയിം, നൾ ഓഫ് ലാസ്റ്റ് നെയിം, നൾ ഓഫ് ഇമെയിൽ അങ്ങനെ ആക്സസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. നമുക്ക് വാർണിംഗ് കിട്ടി. അപ്പൊ അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ ഇങ്ങനെയൊക്കെ കണ്ടീഷൻ ഒക്കെ ഇട്ടിട്ട് വേണം കോഡിങ് ചെയ്യാൻ. അപ്പൊ നമ്മൾ ഗെറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് അപ്ഡേറ്റ് ഫംഗ്ഷനാലിറ്റി. അതായത് ഇവിടെ സേവ് ചെയ്യുമ്പോൾ അപ്ഡേറ്റ് ചെയ്യണം. അതേപോലെ സേവിന് പകരം ഇവിടെ നമുക്ക് സേവിന് പകരം ഈ എഡിറ്റ് ആവുന്ന സമയത്ത് അപ്ഡേറ്റ് എന്ന് കാണിക്കണം ടെക്സ്റ്റ്. അതേപോലെ ആഡ് എംപ്ലോയിന്റെ ഈ ഒരു ലേബൽ എഡിറ്റ് എംപ്ലോയി എന്നാക്കണം. ഈ രണ്ട് കാര്യങ്ങളും കൂടെ ആദ്യം ചെയ്യാം. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ നമുക്ക് റിയലിസ്റ്റിക്കലായി തിങ്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കണ്ടീഷൻ ഇട്ടിട്ട് ഇടാന്ന് വിചാരിക്കും. എപ്പോഴാണ് നമുക്ക് ആഡ് എംപ്ലോയി ബൈ ഡീഫോൾട്ട് ആഡ് എംപ്ലോയി കാണിക്കുക, എപ്പോഴാണ് എഡിറ്റ് എംപ്ലോയി എന്ന് കാണിക്കേണ്ടത്? നമ്മളെടുത്ത് ഈ ഒരു ഐഡി ഉള്ളപ്പോൾ, ഐഡി ഉണ്ടെങ്കിൽ, അപ്പൊ ഐഡി നമ്മൾ എടുത്തിട്ട് ഒരു വേരിയബിളിലേക്ക് ഓൾറെഡി വെച്ചിട്ടുണ്ട്. അതായത് നമ്മളുടെ എംപ്ലോയി ഐഡി എന്ന് പറഞ്ഞ ഒരു വേരിയബിളിലേക്ക് വെച്ചിട്ടുണ്ട്. നമ്മൾ ചെക്ക് ചെയ്യാൻ അങ്ങനെ ഒരു വേരിയബിൾ ഉള്ളപ്പോൾ, വേരിയബിൾ ഉണ്ടോ ഇല്ല എന്നുള്ള ചെക്ക് ചെയ്യാൻ നമ്മളൊരു ഫംഗ്ഷൻ പറഞ്ഞിട്ടുണ്ട് ഇസെറ്റ്. അപ്പൊ ആ ഇസെറ്റിൽ നമ്മൾ ചെക്ക് ചെയ്താൽ മതി എംപ്ലോയി ഐഡി എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ടോ. ഉണ്ടെങ്കിൽ അത് എന്തായിരിക്കും, എഡിറ്റിന്റെ ടൈമിൽ അങ്ങനെ എംപ്ലോയി വേരിയബിൾ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ എംപ്ലോയി എഡിറ്റ് എംപ്ലോയി എന്നല്ല കാണിക്കണം. അപ്പൊ അത് ചെക്ക് ചെയ്താൽ മതി നമ്മൾ. അപ്പൊ നമ്മളെ കോഡിൽ എവിടെ നോക്കാം, എംപ്ലോയി ഐഡി അല്ല നമ്മൾ വേരിയബിൾ, ആ വേരിയബിളിന്റെ നെയിം ഒന്ന് കോപ്പി ചെയ്തെടുക്കാം. ആഡ് എംപ്ലോയി എന്നാണ് ഇവിടെ ടെക്സ്റ്റ് കാണിക്കുന്നത്. അപ്പൊ അതിന്റെ ഉള്ളിൽ വന്നിട്ട് നമുക്ക് ഒരു ഇഫ് കണ്ടീഷൻ ആണ്. ഇഫ് സെറ്റ് ഓഫ് ഇഫ് കണ്ടീഷന്റെ ഷോർട്ട് ഹാൻഡ് സിന്റാക്സ് ആണ് ഉപയോഗിക്കുന്നത്. സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എഡിറ്റ് എംപ്ലോയി, എൽസ് എന്താണ് ആഡ് എംപ്ലോയി, എൻഡിഫ് സെമി കോളൻ. ബാക്കിയുള്ളിടത്ത് കോളൻ ആണ് കൊടുത്തത്, ഇവിടെ കോളൻ ആണ് കൊടുത്തത്. സേവ് ചെയ്തു. ഇനി ആ പാർട്ട് മാത്രം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. റിഫ്രഷ് ചെയ്തു. എഡിറ്റ് എംപ്ലോയി ആണ് വരുന്നത്. എംപ്ലോയീസിൽ പോയിട്ട് ആഡ് എംപ്ലോയി എന്ന് തന്നെ ക്ലിക്ക് ചെയ്തു. അപ്പൊ ആഡ് എംപ്ലോയി ആണ് വരുന്നത്. അപ്പൊ നമ്മൾ രണ്ടാമത്തെ ഒരു വസ്തു ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് സിനാരിയോ നോക്കണം. ഇവിടെ നമുക്ക് രണ്ട് സിനാരിയോസ് ഉണ്ട്. അതായത് ആഡ് ചെയ്യുന്ന സിനാരിയോയിൽ ആഡ് എംപ്ലോയി എന്നാണ് കാണിക്കേണ്ടത്, എഡിറ്റ് ചെയ്യുമ്പോൾ എഡിറ്റ് എംപ്ലോയി എന്നാണ് കാണിക്കേണ്ടത്. ആദ്യം നമ്മൾ ആഡ് എംപ്ലോയിന്റെ സിനാരിയോ എല്ലാം ടെസ്റ്റ് ചെയ്താണ്. അതായത് നമ്മൾ സേവ് ചെയ്യൽ ചെക്ക് ചെയ്തപ്പോൾ ആഡ് എംപ്ലോയി എന്ന് ടൈറ്റിൽ വന്നാണ്. ഇപ്പൊ നമ്മൾ ആ ലോജിക്ക് ചേഞ്ച് ചെയ്തുകൊണ്ട് രണ്ട് സ്ഥലത്തും ഒന്ന് പോയി ടെസ്റ്റ് ചെയ്യണം, അതായത് വർക്കിംഗ് ആണോ എന്നുള്ളത്. അല്ലെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, നിങ്ങളുടെ ലോജിക്ക് തെറ്റിയിട്ട് രണ്ട് സ്ഥലത്തും എഡിറ്റ് എംപ്ലോയി തന്നെ ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. അപ്പൊ അത് നിങ്ങൾ ടെസ്റ്റ് ചെയ്യാതെ വിട്ട് കഴിഞ്ഞാൽ മിസ്റ്റേക്ക് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ രണ്ട് ടെസ്റ്റ് ചെയ്തു, വർക്കിംഗ് ആണെന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഇനി ഇതേ ലോജിക്ക് തന്നെ സേവിന്റെ ആ ഒരു ടെക്സ്റ്റ് ബട്ടന്റെ ടെക്സ്റ്റിനും കൂടെ അപ്ലൈ ചെയ്യാം. ഇതേ ഒരു കണ്ടീഷൻ കോപ്പി ചെയ്യാം. സേവ് ബട്ടൺ ഇവിടെയാണ്. എഡിറ്റ് എംപ്ലോയിക്ക് പകരം അപ്ഡേറ്റ്, ഇവിടെ സേവ്. അതും കൂടെ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഐഡി ഉള്ളപ്പോൾ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ അപ്ഡേറ്റ് ആണ്. ഇനി ഐഡി ഇല്ലാത്തപ്പോൾ ആഡ് എംപ്ലോയി ക്ലിക്ക് ചെയ്യുമ്പോൾ സേവ് ആണ്. രണ്ടും വർക്കിംഗ് ആണ്. ഇനി നമുക്ക് ഈ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോഡ് എഴുതണം. അപ്പൊ ഈ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്തും പോസ്റ്റ് ആയിരിക്കും നമ്മൾ ബൈ ഡിഫോൾട്ട് മെത്തേഡ്. പുട്ട് നമുക്ക് ഇപ്പൊ തൽക്കാലം യൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് സാധാരണ HTML ഫോമിൽ പോസ്റ്റ് ഗെറ്റും ആണ് സപ്പോർട്ട് ചെയ്യുക. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പുട്ട് എന്ന് പറയുന്ന മെത്തേഡ് ഒന്നും ഉപയോഗിക്കുന്നില്ല. അപ്പൊ പോസ്റ്റ് തന്നെ ആയിരിക്കും, പക്ഷെ എന്തുണ്ടാവും, മെത്തേഡ് HTTP മെത്തേഡ് പോസ്റ്റ് ആയിരിക്കും, അതിന്റെ കൂടെ ID കൂടെ ഉണ്ടാവും. ഈ രണ്ടുണ്ടാകുന്ന സമയത്ത് വേറെ ഒരു ഫംഗ്ഷൻ ആണ് വിളിക്കേണ്ടത്. സേവിന് പകരം അപ്ഡേറ്റ് ഫംഗ്ഷൻ ആണ് വിളിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ബാക്കിയൊക്കെ സെയിം ആയിരിക്കും, ഡാറ്റയൊക്കെ സെയിം ആയിരിക്കും. അപ്പോൾ അതിനുള്ള കോഡ് നമ്മൾ എംപ്ലോയിന്റെ മോഡലിൽ ചെയ്യണം. എംപ്ലോയി മോഡലിൽ ഒന്നും അതിന്റെ ഒന്ന് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ചെയ്യാനുള്ള അപ്ഡേറ്റ് ആണ്. ഒരു അപ്ഡേറ്റ് ചെയ്യാനുള്ള ക്വറി എന്ന് പറയുന്നത് അപ്ഡേറ്റ് എന്താണ് ടേബിൾ, ആ ടേബിളിന്റെ നെയിം, പിന്നെ ഓരോ ഫീൽഡ് സെറ്റ് ചെയ്യാം. എന്നിട്ട് വേറെ കണ്ടീഷനും കൊടുക്കുക ഏതാണെന്നുള്ളത്. നമ്മൾ നേരത്തെ MySQL പഠിച്ചതാണ്. ആരെങ്കിലും അത് അറിയാത്തവരുണ്ടെങ്കിൽ MySQL വീഡിയോസ് കണ്ടതിന് ശേഷം തിരിച്ചു വരണം. അപ്പൊ അതിനുള്ള ക്വറി ഞാൻ പ്രിപ്പയർ ചെയ്യാണ്. അത് ക്വറി ഈക്വൽ ടു എന്താണ്, അപ്ഡേറ്റ് എംപ്ലോയി ടേബിൾ എംപ്ലോയീസ് സെറ്റ് ഫസ്റ്റ് നെയിം ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക്, നമ്മൾ ബൈൻ പാരാമീറ്റർ കോമ, ലാസ്റ്റ് നെയിം ക്വസ്റ്റ്യൻ മാർക്ക്, ഇമെയിൽ ക്വസ്റ്റ്യൻ മാർക്ക്, സാലറി ക്വസ്റ്റ്യൻ മാർക്ക്, ഡിപ്പാർട്ട്മെന്റ് ക്വസ്റ്റ്യൻ മാർക്ക്, വേർ ID ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക്, നമ്മൾ പാസ് ചെയ്യുന്ന ID ആയിരിക്കും. പിന്നെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. സ്റ്റേറ്റ്മെന്റ് ഈക്വൽ ടു ദിസ് കണക്ഷൻ പ്രിപ്പയർ ഓഫ് ക്വറി. നമ്മൾ പോസ്റ്റ് ചെയ്തിരുന്ന സമയത്ത് ഡാറ്റയൊക്കെ നമ്മൾ എന്ത് ചെയ്തിരുന്നു, വാലിഡേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും റിമൂവ് ചെയ്ത് സ്ട്രിപ്പ് ടാഗ്സ് ഒക്കെ റിമൂവ് ചെയ്ത് നമ്മൾ സാനിറ്റൈസ് ചെയ്തിരുന്നു. അതേപോലെ ഇവിടെ നമ്മൾ സാനിറ്റൈസ് ചെയ്യണം. സാനിറ്റൈസ് ചെയ്തതിന് ശേഷം ബൈൻഡ് ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യുക. സെയിം നമ്മൾ എങ്ങനെയാണോ ഇവിടെ ചെയ്ത് ഇതേപോലെ തന്നെ. അപ്പം നമ്മൾ അപ്ഡേറ്റിൽ വന്നു. അതിന് ഫസ്റ്റ് നെയിം ആദ്യം നമ്മൾ ഉള്ളതെന്ന് ടാഗ്സ് ഒക്കെ റിമൂവ് ചെയ്താണ് HTML സ്പെഷ്യൽ ക്ലാസ്സിലേക്ക് കൺവേർട്ട് ചെയ്തു ഒക്കെ ചെയ്തു. അങ്ങനെ എല്ലാ വേരിയബിൾസും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ബൈൻഡ് ചെയ്യാണ്. ആദ്യത്തെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ, പിന്നത്തെ നമ്പർ ആണ് സാലറി, പിന്നത്തത് എന്താണ് ഡിപ്പാർട്ട്മെന്റ് ആണ്, പിന്നെ ID. അതായത് ലാസ്റ്റ് ഓരോ ക്വസ്റ്റ്യൻ മാർക്ക് ആ ഓർഡറിലായിരിക്കും വരിക. ഏത് ഓർഡറിലാണ് ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തത് ആ ഓർഡറിൽ തന്നെ ആയിരിക്കണം നിങ്ങൾ ഇവിടെ വേരിയബിൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ലാസ്റ്റത്തത് ID. അങ്ങനെ ID കൊടുത്തു. അത് എക്സിക്യൂട്ട് ചെയ്യാണ്. എക്സിക്യൂട്ട് ചെയ്ത് ഓക്കെ ആണെങ്കിൽ റിട്ടേൺ ട്രൂ, എൽസ് റിട്ടേൺ
ഫാൾസ്. അപ്പോൾ ഒരു റിട്ടേൺ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ഫംഗ്ഷൻ അതിന്റെ പുറത്തേക്ക് പോകില്ല. ഇവിടുന്ന് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ താഴേക്ക് പോകില്ല. അപ്പോൾ നിങ്ങൾ ഇവിടെ ഓൾറെഡി റിട്ടേൺ ചെയ്തിട്ട് ഈ കോഡിൽ ഇവിടെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് വർക്ക് ആവില്ല. കാരണം റിട്ടേൺ ആയിരിക്കും ഏതൊരു ഫംഗ്ഷന്റെ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ആ റിട്ടേൺ കഴിഞ്ഞാൽ മുന്നോട്ട് പോകില്ല. അപ്പൊ നമ്മൾ അപ്ഡേറ്റിന്റെ കോഡ് എഴുതിയിട്ടുണ്ട് അപ്ഡേറ്റ് ചെയ്യാനുള്ള. ഇനി എംപ്ലോയി ഫോമിൽ എപ്പോഴാണ് നമുക്ക് അപ്ഡേറ്റ് വിളിക്കേണ്ടത്? നമ്മൾ സേവ് വിളിക്കുന്നത് എപ്പോഴാണ്? നമ്മൾ HTTP റിക്വസ്റ്റ് പോസ്റ്റ് ആവുന്ന സമയത്ത് ഡാറ്റ ഒക്കെ ചെക്ക് ചെയ്ത് ആ ഡാറ്റ ഒക്കെ പാസ് ചെയ്ത് വേരിയബിളിലേക്ക് സെറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ആഡ് വിളിക്കുന്നുണ്ട്. അപ്പൊ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യണം? ആഡിന്റെ പകരം നമുക്ക് അപ്ഡേറ്റ് വിളിക്കണം. അപ്പൊ അപ്ഡേറ്റ് വിളിക്കേണ്ട എപ്പോഴാണ്? നമുക്ക് ആ ID കൂടെ ഉണ്ടെങ്കിൽ. അപ്പൊ ആ കണ്ടീഷൻ സെയിം നമ്മൾ നേരത്തെ നമ്മൾ ഇവിടെ ചെക്ക് ചെയ്ത പോലെ തന്നെ അങ്ങനെ ഒരു ID ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്താൽ മതി. അപ്പൊ ഈ ID നമ്മൾ പോസ്റ്റ് ആണ് ചെയ്യുന്നത്. അപ്പൊ പോസ്റ്റിന്റെ കൂടെ ID പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഗെറ്റിന്റെ കൂടെ ID നമുക്ക് കിട്ടി. പോസ്റ്റിന്റെ കൂടെ ID എങ്ങനെ പാസ് ചെയ്യും? അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒരു ഹിഡൻ ഇൻപുട്ട് ഫീൽഡ് ഇടണം. അതായത് യൂസേഴ്സിനെ കാണാത്ത രീതിയിൽ ഒരു ഹിഡൻ ആയിട്ടുള്ള ഇൻപുട്ട് ഫീൽഡ്. ഞാൻ ആ ഫോം തുടങ്ങിയതിന് ശേഷം ഇടാം. നമ്മളെ ഫോം തുടങ്ങി അതിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ആയിട്ട് എനിക്ക് ആ ഒരു ഫീൽഡ് ഇടാം. ഹിഡൻ ആണ്, അതുകൊണ്ട് റോന്റെ ഉള്ളിൽ തന്നെ ആവണമെന്നില്ല. ഇഫ് സെറ്റ് ഓഫ് എംപ്ലോയി ID, അതായത് എംപ്ലോയി ID ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. URL ഇങ്ങനെ ID ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പിന്നെ അതേപോലെ HTTP മെത്തേഡ് ഗെറ്റോ ആണെങ്കിൽ ഫസ്റ്റ് നമ്മൾ എഡിറ്റിന് വേണ്ടി ലോഡ് ചെയ്യുമ്പോൾ അപ്പൊ എന്ത് ചെയ്യും? ഇൻപുട്ട് ടൈപ്പ് ഒരു ഹിഡൻ എന്ന് പറഞ്ഞ ഒരു ഇൻപുട്ട് ടൈപ്പ് ഉണ്ടാവും. അതിന്റെ നെയിം ID ആയിരിക്കും, വാല്യൂ എന്തായിരിക്കും? ആ എംപ്ലോയി ID ആണ്. അത് സേവ് ചെയ്തു, റീഫ്രഷ് ചെയ്യാണ്. അതായത് ഇപ്പോഴാണത്. അതായത് HTTP മെത്തേഡ് ഗെറ്റ് ആവുമ്പോൾ ID ഉള്ളപ്പോഴും എന്ത് ചെയ്യും? എംപ്ലോയി ID എന്ന് പറഞ്ഞ വേരിയബിൾ സെറ്റ് ആവും. ആ വേരിയബിൾ സെറ്റ് ആവുമ്പോഴാണ് നമുക്ക് അങ്ങനെ ഒരു ഹിഡൻ ഫീൽഡ് ഉണ്ട്. ഇൻസ്പെക്ട് ചെയ്ത് നോക്കാം. ഇൻസ്പെക്ട് ചെയ്തിട്ട് ആ ഫോം എവിടെയുള്ള നോക്കാം. ഫോം കഴിഞ്ഞ ഉടനെ നമുക്ക് കാണാം ഇൻപുട്ട് ടൈപ്പ് ഹിഡൻ, നെയിം ഈക്വൽ ടു ID, വാല്യൂ ഈക്വൽ ടു 2. എത്രയാണ് വാല്യൂ നമ്മൾ കൊടുത്തിട്ടുള്ള? ID 2 ആണ്. അപ്പൊ ആ വാല്യൂ അവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വാല്യൂ നമുക്ക് അപ്ഡേറ്റ് വിളിക്കുമ്പോൾ അതിലേക്ക് പാസ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ഗെറ്റ് എന്ന് ആക്സസ് ചെയ്ത പോലെ തന്നെ $_post എന്ന് കൂടെ നമുക്ക് അതിനെ ആക്സസ് ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ ഫോം പ്രോസസ് ചെയ്യുന്ന കോഡിലേക്ക് വന്നു. ഫോം പ്രോസസ് ചെയ്യുന്ന കോഡ് അതായത് പോസ്റ്റ് ആയിരിക്കും നമ്മളെ മെത്തേഡ്. അപ്പൊ ഇതിലാണ് കയറുക. ഇതിൽ കയറി ഡാറ്റ ഫസ്റ്റ് നെയിം, പോസ്റ്റ് ഓഫ് ഫസ്റ്റ് നെയിം അതൊക്കെ ഓക്കെ സെയിം ആണ്. പോസ്റ്റ് തന്നെയാണ്. ആ എംപ്ലോയി എന്ന് പറഞ്ഞ ഇൻസ്റ്റൻസിലെല്ലാം സെറ്റ് ചെയ്ത് അതും സെയിം ആണ്. വാലിഡേറ്റ് ഇവിടെയും സെയിം വാലിഡേഷൻ തന്നെ വേണം. കൗണ്ട് ഓഫ് എറേഴ്സ് ഒക്കെ ചെക്ക് ചെയ്യുന്നത് സെയിം. പക്ഷേ റിസൾട്ട് എന്തായിരിക്കണം? എംപ്ലോയി ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വിളിക്കുന്നതിന് പകരം നമുക്ക് ഇവിടെ വിളിക്കേണ്ട ഫംഗ്ഷൻ അപ്ഡേറ്റ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നേരത്തെ ചെയ്ത പോലെ ആ കണ്ടീഷൻ ചെക്ക് ചെയ്യാം. ഇസെറ്റ് ഓഫ് $_post of ID, അതായത് പോസ്റ്റിൽ ID എന്ന് പറയുന്ന ഒരു ഡാറ്റ ഉണ്ടെങ്കിൽ എന്താണ് വിളിക്കേണ്ടത്? എംപ്ലോയിയിൽ അപ്ഡേറ്റ് ഓഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വെച്ചിട്ട് അതിലേക്ക് ആ ID പാസ് ചെയ്യണം. ഇനി അതല്ലെങ്കിൽ എൽസ് എന്താണ്? എംപ്ലോയി ആഡ് വരെ ചെയ്യാനുള്ളൂ. പിന്നെ റിസൾട്ട് സക്സസ് ആണെങ്കിൽ ഇൻഡെക്സിലേക്ക് പോകും. രണ്ടിനും സെയിം ആണ്. അപ്ഡേറ്റിനായാലും അപ്ഡേറ്റിനായാലും ക്രിയേറ്റിനായാലും രണ്ടും സെയിം ആണ്. നമുക്ക് ചെക്ക് ചെയ്യാം. ജസ്റ്റ് റിഫ്രഷ് ചെയ്ത് ഒന്നുകൂടെ കൺഫേം ചെയ്യാൻ. അൻഷാദ് ഫസ്റ്റ് നെയിം അൻഷാദ് എന്നുള്ളത് ഞാൻ ടെക്സ്റ്റ് മാറ്റാൻ അൻഷാദ് അപ്ഡേറ്റഡ് എന്നാക്കി. സാലറി 20 ആക്കുന്നുണ്ട്. അപ്ഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. അത് സബ്മിറ്റ് ആയി സക്സസ് ആയി തിരിച്ചിങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ എന്റെ പേര് അൻഷാദ് അപ്ഡേറ്റഡ് എന്നായിട്ടുണ്ട്. സാലറി 20,000 ആയിട്ടുണ്ട്. അങ്ങനെ ഏത് ഫീൽഡ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് നേരത്തെ ജോൺഡൂനൊന്നും കുറച്ച് ഡാറ്റ ഇല്ലാത്തുണ്ടായിരുന്നു. അതും കൂടെ അപ്ഡേറ്റ് ചെയ്ത് നോക്കാം. ഇമെയിൽ എന്തെങ്കിലും ഒരു ഇമെയിൽ കൊടുത്തു. ഡിപ്പാർട്ട്മെന്റ് HR. അപ്പൊ അത് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. നമ്മൾ കൊടുത്ത ഫീൽഡ്സ് ഒക്കെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ അപ്ഡേറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ചെയ്യാനുള്ള ഡിലീറ്റ് ആണ്.